നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ ഫേസ് കണ്ട ആളുകൾ എന്ത് വിചാരിക്കും? നിങ്ങൾ ചെയ്ത എന്തെങ്കിലുമൊക്കെ തെറ്റുന്ന ചില എക്സ്പ്രഷൻസിലൊക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ ജഡ്ജ് ചെയ്യും. ഈ ഒരു ചിന്ത കാരണം നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങി കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ, അതും അല്ലെങ്കിൽ സ്റ്റേജ് കയറിയിട്ട് പെർഫോം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, കഴിവുണ്ട്, പക്ഷേ ആളുകൾ കണ്ട് അവരെന്തെങ്കിലും വിചാരിച്ചാലോ? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ 1999 തോമസ് ഗ്ലിയോറിച്ച് അദ്ദേഹം ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തു. അവിടെ സ്പോട്ട് ലൈറ്റ് ഇഫക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ കോളേജിലെ കുറച്ച് സ്റ്റുഡൻസിനെ തിരഞ്ഞെടുത്തിട്ട് എംബാരസിങ് ആയ ടീഷർട്ടുകൾ നൽകിയിട്ട് പറഞ്ഞു, ഇത് ഇട്ട് കോളേജിലോട്ട് പോകാൻ. സ്റ്റുഡൻസൊക്കെ ആകെ ഇതൊക്കെ ഇട്ട് പോയ ആളുകൾ ഞങ്ങളെ ശ്രദ്ധിക്കില്ലേ എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചോദിച്ചു, നിങ്ങളിത് ഇട്ടു പോയി കഴിഞ്ഞാൽ എത്ര പേര് നിങ്ങളെ ശ്രദ്ധിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്ന്. അപ്പോൾ സ്റ്റുഡൻസൊക്കെ പറഞ്ഞു, ഒരു 60% പേര് ഉറപ്പായും നമ്മളെ ശ്രദ്ധിക്കുന്നു. റിസൾട്ട് എന്താണെന്ന് പറഞ്ഞാൽ 60% പേരൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. 20% താഴെ പേർ മാത്രമേ ഈ എംബാരസിങ് ആയ ടീഷർട്സ് ശ്രദ്ധിച്ചിട്ടുള്ളൂ എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മളെയാണ് ഈ മനുഷ്യരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന്. നമ്മുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ട നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ വിചാരിക്കുകയാണ്. നമ്മളെക്കുറിച്ച് ചിന്തിക്കാനൊന്നും ഇവർക്ക്, ഇതാണ് സത്യം, അവരുടെ കാര്യങ്ങൾ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ചിന്തിച്ചാണ് അവർ ജീവിക്കുന്നത്. നമ്മളെക്കുറിച്ച് ചിന്തിക്കാനൊന്നും അവർക്ക് സമയമില്ല. സോ അടുത്ത പ്രാവശ്യം നിങ്ങൾ ധൈര്യമായിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ പെർഫോം ചെയ്തോളൂ. ആരും നമ്മൾ ജഡ്ജ് ചെയ്യാൻ പോകില്ല. സ്പോട്ട് ലൈറ്റ് ഇഫക്റ്റ് ആണേ സത്യം.